നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അതായത് 2024 സന്തോഷ് ട്രോഫി സ്വന്തമാക്കിയത് ബംഗാളാണ്. റണ്ണറപ്പ് കേരളം. വേദി എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. അപ്പോൾ 2024 സന്തോഷ് ട്രോഫി സ്വന്തമാക്കിയത് ബംഗാളാണ്. റണ്ണറപ്പ് കേരളമാണ്. വേദി ഹൈദരാബാദാണ്. നെക്സ്റ്റ് 2025 ഹരിവരാസനം പുരസ്കാരം നേടിയതാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2025 ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആര്? വി രാമസുബ്രഹ്മണ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് വി രാമസുബ്രഹ്മണ്യമാണ്. നെക്സ്റ്റ് കേരളത്തിൻ്റെ പുതിയ ഗവർണറായിട്ട് നിയമിതനായത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. കേരളത്തിൻ്റെ പുതിയ ഗവർണറായി നിയമിതനായത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഈയിടെ അന്തരിച്ച ജിമ്മി കാർട്ടർ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഈയിടെ അന്തരിച്ച ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന വ്യക്തി ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? US-ൻ്റെ 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ജിമ്മി കാർട്ടർ US-ൻ്റെ 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. US-ൻ്റെ ദേശീയ പക്ഷിയായിട്ട് ഈയിടെ പ്രഖ്യാപിച്ചത് ഏത് പക്ഷിയാണ്? വെള്ളത്തലയൻ കടൽപ്പരുന്ത്. അപ്പോൾ US-ൻ്റെ ദേശീയ പക്ഷിയായി ഈയിടെ പ്രഖ്യാപിച്ചത് ഏത് പക്ഷിയാണ്? വെള്ളത്തലയൻ കടൽപ്പരുന്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഡാം നിർമ്മിക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഡാം നിർമ്മിക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈന. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് 17ാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ KS മണിലാലാണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് 17ാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ KS മണിലാലാണ്. 2025-26 വരെ നീട്ടിയ കേന്ദ്ര സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? 2025-26 വരെ നീട്ടിയ കേന്ദ്ര സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? അത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയാണ്. 2016 ആരംഭിച്ചത്. നെക്സ്റ്റ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി. അത് തിരുവനന്തപുരമാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ഏതാണ്? തിരുവനന്തപുരമാണ്. മത്സര ഫലം അറിയുന്നതിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് കൈറ്റ് ഉത്സവമാണ്. ഫലം അറിയുന്നതിനായിട്ടുള്ള ആപ്പാണ് കൈറ്റ് ഉത്സവ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കിയതാരാണ്? ജസ്പ്രീത് ബുംറയാണ്. 907 പോയിന്റാണ് സ്വന്തമാക്കിയത്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറയാണ്. 907 പോയിന്റാണ്. ഇന്ത്യൻ പരമോന്നത കായിക ബഹുമതിയായ ഖേൽ രത്ന പുരസ്കാരം നേടിയത്. അത് ഷൂട്ടിങ്ങിൽ ഖേൽ രത്ന നേടിയത് ആർക്കാണ്? മനു ഭാക്കറാണ്. ഷൂട്ടിങ്ങിൽ ലഭിച്ചത് മനു ഭാക്കർ. അല്ലെ ഹോക്കിയിൽ ഹർമൻപ്രീത് സിംഗ് ഹോക്കി. ചെസ്സിൽ ഡി ഗുഗേഷിന് ചെസ്സിൽ. അതുപോലെ പാരാലിമ്പിക്സിൽ ലഭിച്ചത് പ്രവീൺ കുമാറിനാണ്. അപ്പോൾ ഇന്ത്യൻ പരമോന്നത കായിക ബഹുമതിയാണ് ഖേൽ രത്ന പുരസ്കാരം. മനു ഭാക്കറിന് ഷൂട്ടിങ്ങിൽ, ഹർമൻപ്രീത് സിംഗിന് ഹോക്കി, ഡി ഗുഗേഷ് ചെസ്, പ്രവീൺ കുമാർ പാരാലിമ്പിക്സ്. നെക്സ്റ്റ് അർജുന അവാർഡ് സ്വന്തമാക്കിയ മലയാളി നീന്തൽ താരം ആരാണ്? അത് സജൻ പ്രകാശാണ്. അർജുന അവാർഡ് സ്വന്തമാക്കിയ മലയാളി നീന്തൽ താരമാണ് സജൻ പ്രകാശാണ് അർജുന അവാർഡ് സ്വന്തമാക്കിയ മലയാളി നീന്തൽ. അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരം സ്വന്തമാക്കിയ മലയാളി ആരാണ്? എസ് മുരളീധരനാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരം സ്വന്തമാക്കിയത് എസ് മുരളീധരൻ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജാംദറാണ്. ഇനി വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള സങ്കര പാവൽ ഇനങ്ങളാണ് പ്രജനിയും പ്രഗതിയുമാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതെത്തിയത് ലാഹോറാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതെത്തിയത് ലാഹോർ. 2024 വാക്കുകളാണ്.
ഓക്സ്ഫോർഡ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ് 2024? ബ്രെയിൻ റോട്ടാണ്, ബ്രെയിൻ റോട്ട്. കേംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത വാക്ക് മാനിഫെസ്റ്റോ. ഡിക്ഷണറി.com തിരഞ്ഞെടുത്തത് ഡെമ്യൂറാണ്. കോളിൻസ് ഡിക്ഷണറിയാണ് ബ്രാറ്റ്. മറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ്? പോളറൈസേഷൻ ആണ്. അപ്പോൾ 2024 ഓക്സ്ഫോർഡ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ്? ബ്രെയിൻ റോട്ട്. കേംബ്രിഡ്ജ് ഡിക്ഷണറി മാനിഫെസ്റ്റോ. ഡിക്ഷണറി.com ഡെമ്യൂർ. കോളിൻസ് ഡിക്ഷണറി ബ്രാറ്റ്. മറിയം വെബ്സ്റ്റർ പോളറൈസേഷൻ. അടുത്തിടെ അന്തരിച്ച ടോമിക്കോ ഇറ്റുക ഏത് രീതിയിൽ പ്രസിദ്ധയായിരുന്നു? അടുത്തിടെ അന്തരിച്ച ടോമിക്കോ ഇറ്റുക എന്ന വ്യക്തി ഏത് രീതിയിലാണ് പ്രസിദ്ധിയായിരുന്നത്? ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിതയായിരുന്നു ആര്? ടോമിക്കോ ഇറ്റുക. ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആയ ഇന്ത്യൻ വനിതയാണ് ആര്? കൊനേരു ഹംപിയാണ്. ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യനായ ഇന്ത്യൻ വനിതയാണ് കൊനേരു ഹംപി. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ശില്പികളിൽ ഒരാളും ആണവോർജ കമ്മീഷൻ മുൻ മേധാവിയുമായിരുന്ന അടുത്തിടെ അന്തരിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ ചിദംബരം. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ശില്പികളിൽ ഒരാളും ആണവോർജ കമ്മീഷൻ മുൻ മേധാവിയുമായിരുന്ന അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ് ഡോക്ടർ ചിദംബരം. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ എത്രാമത്തെ ജയന്തിയാണ് 2025 ആഘോഷിച്ചത്? 200ാമത്തെ ജയന്തിയാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ എത്രാമത്തെ ജയന്തിയാണ് 2025 ആഘോഷിച്ചത്? 200ാമത്തെ. പെരുവനത്ത് നടന്ന രാജ്യാന്തര ഗ്രാമോത്സവം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? പെരുവനത്ത് നടന്ന രാജ്യാന്തര ഗ്രാമോത്സവം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കലർപ്പാണ്, കലർപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ HMPV കേസ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ HMPV കേസ് സ്ഥിരീകരിച്ചത് ബാംഗ്ലൂരാണ്. അമ്മയോ അച്ഛനോ ഇരുവരുമോ മരിച്ച നിർധന വിദ്യാർത്ഥികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണേത്? സ്നേഹപൂർവ്വമാണ്, സ്നേഹപൂർവ്വം. അടുത്തത് അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? സ്നേഹസ്പർശമാണ്, സ്നേഹസ്പർശം. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സയും മരുന്നും നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണേത്? വയോമിത്രമാണ്, വയോമിത്ര. 18 വയസ്സിന് താഴെയുള്ളവരുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യം, ഡയാലിസിസ് എന്നിവയ്ക്കുള്ള ധനസഹായമാണ് താലോലം പദ്ധതിയാണ് 18 വയസ്സിന് താഴെയുള്ളവരുടെ പദ്ധതി. അടുത്തത് കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആത്മഹത്യ തടയാനുള്ള പദ്ധതി ഏതാണ്? നിനവാണ്. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആത്മഹത്യ തടയാനുള്ള പദ്ധതിയാണേത്? നിനവ്. ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റതാരാണ്? വി നാരായണനാണ്, വി നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. 11ാമത് വ്യക്തിയും 6ാമത് മലയാളിയുമാണ് ആര്? വി നാരായണൻ. നെക്സ്റ്റ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണെന്ന് നമ്മൾ പറഞ്ഞു. കിരീടം സ്വന്തമാക്കിയത് തൃശ്ശൂരാണ്, തൃശ്ശൂർ. 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ്? കെ അരവിന്ദാക്ഷനാണ്. 2024 ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷനാണ്. കൃതി ഏതാണ്? ഗോപയാണ്. അദ്ദേഹത്തിൻ്റെ നോവലായ ഗോപ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്, ബീഹാർ. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കാനായിട്ട് ലക്ഷ്യമിട്ടുള്ള മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. ഇന്ത്യയുടെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ്? പഞ്ചാബിലെ മൊഹാലിയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ്? മൊഹാലി, പഞ്ചാബ്. ഇനി 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിന് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് സ്വന്തമാക്കിയത് ഏത് ആണ്? ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. മികച്ച സംവിധായകൻ ബ്രോഡി കോർബറ്റ് ആണ്. അതായത് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തതും ബ്രോഡി കോർബറ്റ് ആണ്. മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചതും ആർക്ക് തന്നെയാണ്? ഇദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കാണ് ഏറ്റവും മികച്ച ഗോൾഡൻ ഗ്ലോബ് അവാർഡിന് അർഹനായ ചിത്രവും ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകുന്ന മലയാളി ആരാണ്? കെ വിനോദചന്ദ്രനാണ്. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകുന്ന മലയാളിയാണ് കെ വിനോദചന്ദ്രൻ. വിദേശത്തെ കേസന്വേഷണത്തിനായി CBI ആവിഷ്കരിച്ച പോർട്ടൽ ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. വിദേശ കേസുകൾ അന്വേഷിക്കുന്നതിനായിട്ട് CBI ആവിഷ്കരിച്ച പോർട്ടൽ ഏതാണ്? ഭാരത് പോളാണ്. പുതിയതായി രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ ബി അശോകാണ്. അപ്പോൾ പുതുതായിട്ട് ഒരു തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നുണ്ട്. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ ബി അശോകാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ IFI
ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ അധ്യക്ഷയായിട്ട് നിയമിതനായ മലയാളി, അത് അഞ്ജു ബോബി ജോർജ് ആണ്. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ അധ്യക്ഷയായി നിയമിതനാകുന്ന മലയാളി ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. നെക്സ്റ്റ്, കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെ സ്ഥലങ്ങളാണ്? അത് കുമരകവും ബേപ്പൂരുമാണ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? സ്വദേശി 2.0 പദ്ധതി. അതിൽ നിന്ന് കേരളത്തിലേക്ക് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളാണ് ഏതൊക്കെയാണ്? കുമരകവും ബേപ്പൂരും. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണിത്. നാഫിസ്. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഫിസ്. അതായത് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റമാണ് നാഫിസ്. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? സദാനന്ദ് വസന്ത് ദാതെയാണ്. അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലാണ് സദാനന്ദ് വസന്ത് ദാതെ. നെക്സ്റ്റ്, 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണ് ആര്? AS രാജീവ് ആണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി AS രാജീവ്. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. മലയാളി താരമാണ് ഏത്? നിഖിൽ ബി ആണ്. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ലോകത്ത് ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടിക പുറത്തുവിടുന്നത് ഏതാണ്? ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇമിഗ്രേഷനാണ്. ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടിക പുറത്തുവിടുന്നത് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയാണ്. ഇതിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഏതാണ്? ശക്തമായ പാസ്പോർട്ടിൽ ഒന്നാം സ്ഥാനം ഏതാണ്? സിംഗപ്പൂറാണ്. 2ാം സ്ഥാനം ലഭിച്ചത് ജപ്പാനും. 85ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. അപ്പോൾ ലോകത്ത് ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടിക പുറത്തുവിടുന്നത് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയാണ്. ഇതിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് സിംഗപ്പൂരിനും 2ാം സ്ഥാനം ജപ്പാനുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. നെക്സ്റ്റ്, സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്ക് എന്നിവയൊക്കെ രക്ഷിതാക്കൾക്ക് അറിയാനായിട്ട് ആരംഭിച്ച ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ് ആപ്പാണ്. അതായത് സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്ക് എന്നിവയൊക്കെ രക്ഷിതാക്കൾക്ക് അറിയാനായിട്ട് ആരംഭിച്ച ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ് ആപ്പ്. മഞ്ഞളിന് മാത്രമായി നിലവിൽ വന്ന ദേശീയ ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദാണ്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് മഞ്ഞളിന് മാത്രമായിട്ട് നിലവിൽ വന്ന ദേശീയ ടർമറിക് ബോർഡ്. ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന നേട്ടം കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഇന്ത്യ എന്ന് പറയുന്നത് 4ാമത്തെ രാജ്യമാണ്. ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ആ ഒരു പദ്ധതി, ആ ഒരു നേട്ടം കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. 1ാമത്തെ രാജ്യമാണ് US, 2ാമത്തേത് റഷ്യയാണ്, 3ാമത്തേത് ചൈനയാണ്, 4ാമത്തേതാണ് ഇന്ത്യ. ആ ദൗത്യത്തിൻ്റെ പേരാണ് സ്പാഡക്സ് എന്നാണ് ആ ദൗത്യത്തിൻ്റെ പേര്. നെക്സ്റ്റ്, ഭൂമി അഴിമതി കേസിൽ 14 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻഖാനാണ്. ഭൂമി അഴിമതി കേസിൽ 14 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. 2025 ഫെബ്രുവരിയിൽ സെൻട്രൽ സൂ അതോറിറ്റി അംഗീകാരം നൽകിയ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 2025 ഫെബ്രുവരിയിൽ സെൻട്രൽ സൂ അതോറിറ്റി അംഗീകാരം നൽകിയ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ്, 2025-26 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതെന്നാണ്? 2025 ഫെബ്രുവരി 4-ാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. അത് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായി 8ാം തവണയാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവതരിപ്പിച്ചതെന്നാണ്? 2025 ഫെബ്രുവരി 4-നാണ്. ഇനി നെക്സ്റ്റ്, ഏത് രോഗത്തിനെതിരായ ലോകത്തിലെ ആദ്യത്തെ വാക്സിനാണ്? ഇക്സ്റ്റിക് എന്ന് പറയുന്നത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിനാണ്? അത് ചിക്കൻ ഗുനിയയ്ക്കെതിരെയുള്ള വാക്സിനാണ് ഇക്സ്റ്റിക്. നെക്സ്റ്റ്, 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ മുഖ്യാതിഥി ആരായിരുന്നു? പ്രഭാവോ സുബിയാന്തോയാണ്. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ മുഖ്യാതിഥി ആരായിരുന്നു? പ്രഭാവോ സുബിയാന്തോ. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈയിലാണ്. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈയിലാണ്.
നെക്സ്റ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യം ഏത്? ഇമ്പോർട്ടൻ്റ് ആണ്. NVS 02 ആണ്. NVS 02 ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഉള്ള 100ാമത്തെ ദൗത്യം. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യയിൽ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗർ. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരേതാണ്? കവചമാണ്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. 2025 ക്വാഡ് ഉച്ചകോടി വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. 2025 ക്വാഡ് ഉച്ചകോടി വേദി എവിടെയാണ്? ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ പുരുഷ വിഭാഗം ഡെക്കാത്തലണിൽ, അതായത് അത്ലറ്റിക്സ് വിഭാഗത്തിൽ സ്വർണം നേടിയതാരാണ്? തൗഫീഖാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ പുരുഷ വിഭാഗം ഡെക്കാത്തലണിൽ സ്വർണം നേടിയതാരാണ്? തൗഫീഖാണ്. നെക്സ്റ്റ് 2025-2026 കേരള സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്, നമ്മൾ കേന്ദ്ര പറഞ്ഞു ഫെബ്രുവരി 4 കേരള സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചതെന്നാണ് 2025 ഫെബ്രുവരി 7 ഇന്ത്യയിലെ ആദ്യ ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ഹരിയാനയിലെ ഫരീദാബാദിലാണ്. 2025 ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീം ഏതാണ്? കേരളമാണ്. 2025 ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയത് കേരളം. നെക്സ്റ്റ്, കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയ ജിമ്മേ ഖേസർ നോഗിൽ വാങ്ചുക് ഏത് രാജ്യത്തിൻ്റെ രാജാവാണ്? അത് ഏതാണ്? ഭൂട്ടാനിലെ രാജാവാണ് ആര്? ജിമ്മേ ഖേസർ നോഗിൽ വാങ്ചുക് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് കുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത്.